വാട്ട് ഈസ് മണി? അല്ലെങ്കിൽ എന്തിനാണ് പണം? അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിനായി എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കണം? പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്നതും വീണ്ടും കേൾക്കുമ്പോൾ അത്ര നിസ്സാരമല്ലെന്നും ഇനി ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ നമ്മളിൽ കൂടുതൽ പേർക്കും ഉത്തരം പോലും അറിയാത്ത ചോദ്യങ്ങളാണിവ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നത്? ഇൻ ഷോർട്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങുവാൻ, അല്ലേ? നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സന്തോഷത്തിന്, സൗഭാഗ്യത്തിന്, ആരോഗ്യത്തിന്, അല്ലേ? വിച്ച് മീൻസ് മണി ഈസ് എ ടൂൾ. ഹെൽത്ത്, ടൈം, നോളജ്, ഇവയെല്ലാം പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതവും ഫ്രീഡവും ഒക്കെ നേടിയെടുക്കാൻ വേണ്ട ഒരു ടൂൾ ആണ് പണം. സോ ലെറ്റ്സ് ഓപ്പൺ ദ ടൂൾ ബോക്സ്. നമ്മുടെ ഇന്ത്യയിൽ 1,24,356 കോടിയോളം രൂപയാണ് 8.5 കോടി ബാങ്ക് അക്കൗണ്ടുകളിലായി അവകാശികളില്ലാതെ കുമിഞ്ഞു മൂടി കിടക്കുന്നത്. ആരുടെയാണ് ഈ ക്യാഷെല്ലാം? കഴിഞ്ഞ 10 വർഷങ്ങളായി യാതൊരു വിധത്തിലുള്ള ട്രാൻസാക്ഷനുകളോ മൂവ്മെൻറ്റുകളോ ഇല്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളാണിവ. ഇതിൽ ഭൂരിഭാഗവും മരണമടഞ്ഞവരുടേതായിരിക്കാം. തങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ചിലവാക്കേണ്ടിയില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് അവർ ഇത്രയേറെ ക്യാഷ് സേവ് ചെയ്തു വെച്ചത്? അനന്തരാവകാശികൾക്കോ അടുത്ത തലമുറയ്ക്കോ കൈമാറാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? എത്രയോ ദിവസങ്ങൾ, രാത്രികൾ, പകലുകൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കാം അതെല്ലാം. എത്രയോ കൊച്ചു കൊച്ചു സന്തോഷ നിമിഷങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നിരിക്കാം അതുണ്ടാക്കാൻ. എന്നിട്ടും എന്തുകൊണ്ട് അവർ അത് ഉപയോഗിച്ചില്ല? ചിലവാക്കുവാൻ ഉദ്ദേശമേ ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനവർ ഇത്രയേറെ ക്യാഷ് സേവ് ചെയ്തു വെച്ചു? ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് പകുതിയിലേറെ ഇന്ത്യക്കാർക്കും റിട്ടയർമെൻറ്റ് ലൈഫിൽ പോലും സമ്പാദിക്കുവാനും ക്യാഷ് സേവ് ചെയ്യാനുമാണ് താല്പര്യം. ഇൻഫാക്ട് PGIM റിട്ടയർമെൻറ്റ് റെഡിനെസ് സർവേ 2020 അനുസരിച്ച് 69% ഇന്ത്യക്കാർക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ പോലുമില്ല എന്നതാണ് വാസ്തവം. റിട്ടയർമെൻറ്റ് ലൈഫിൽ പോലും സമ്പാദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കൂടുതലായി പറഞ്ഞു കേട്ട അഭിപ്രായങ്ങളാണ് ഇവ. അപ്രതീക്ഷിതമായ എന്തെങ്കിലും ചിലവുകൾ, കുട്ടികൾക്ക് വേണ്ടി, ഫീലിംഗ് സെക്യൂർ, പണം കയ്യിലുള്ളത് ഒരു സേഫ്റ്റി ഫീലാണ്, പേടി ചിലവാക്കിയാൽ ക്യാഷ് തീർന്നു പോയാലോ. ഇത്രയും പിശുക്കി ജീവിത അവസാനം വരെ സമ്പാദിക്കാതെ തന്നെ ഈ ആവശ്യങ്ങളിലേക്കുള്ള ക്യാഷ് സേവ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? ഇനി ഇതിൻ്റെ മറുവശത്തേക്ക് നോക്കിയാൽ പകുതിയിലേറെ ഇന്ത്യക്കാരും സാലറിയുടെ 0 മുതൽ 20% താഴെയാണ് സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റ്സിനും എമർജൻസി ഫണ്ടിനുമൊക്കെയായി മാറ്റിവെക്കുന്നത് എന്നാണ് സ്ക്രിപ്പ് ബോക്സ് നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയത്. എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അക്കൗണ്ടൻസും ഒക്കെ അടങ്ങിയ ഹൈ സാലറിഡ് പ്രൊഫഷണൽസ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണിത്. ചുരുക്കത്തിൽ ഇന്ത്യക്കാരിൽ ഒരു വിഭാഗത്തിന് ഒരു എമർജൻസി ബാക്കപ്പ് ഫണ്ട് പോലും ഇല്ലാതിരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം നേരത്തെ പറഞ്ഞ 1,24,356 കോടിയിലേക്ക് ഓരോ വർഷവും വീണ്ടും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒന്നുകിൽ നമ്മൾ അമിതമായി ചിലവാക്കുന്നു, അല്ലെങ്കിൽ അനാവശ്യമായി സേവ് ചെയ്യുന്നു. വി ഡോണ്ട് നോ ഹൗ ടു മാനേജ് അവർ മണി ഇൻ എ ബെറ്റർ മാനർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? വെറും 24% ഇന്ത്യക്കാർ മാത്രമാണ് ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ളത്. അതായത് ബാക്കി വരുന്ന മഹാഭൂരിപക്ഷത്തിനും എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം, അതിൽ എത്രത്തോളം സ്പെൻഡ് ചെയ്യണം, എത്രത്തോളം സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്താണ് ബഡ്ജറ്റിംഗ്, ലോൺസ്, അങ്ങനെ മണി മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് പോലും യാതൊരു അറിവുമില്ല. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? അതിനുള്ള ഉത്തരം തേടേണ്ടത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിന്നാണ്. തോമസ് ചേട്ടൻ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ കടമെടുത്തപ്പോൾ പലിശ ഇനത്തിൽ അടച്ച തുക കണ്ടുപിടിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നു നമ്മുടെ സ്കൂളിലെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. അതുമാത്രമല്ല, എങ്ങനെ ഒരു നല്ല കോൺവെർസേഷനിൽ ഏർപ്പെടാം, സെൽഫ് ഡിഫെൻസ്, റിലേഷൻഷിപ്സ്, ഹൗ ടു കുക്ക്, ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ്, അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട എത്രയെത്ര കാര്യങ്ങളിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ഫെയിലിയർ ആണെന്ന് കാണുവാൻ പറ്റും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഈ പോരായ്മ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയണമെങ്കിൽ ആദ്യം മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് നിലവിൽ വന്നതെന്നറിയണം. ഏകദേശം 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രഷ്യൻ ഫ്രഞ്ച് യുദ്ധത്തിൽ നെപ്പോളിയൻ്റെ നേതൃത്വത്തിൽ ഇരമ്പി വന്ന ഫ്രഞ്ച് പടയുടെ മുന്നിൽ പ്രഷ്യൻ സൈന്യം നാമാവിശേഷമായി തീർന്നു. അതോടെ പ്രഷ്യൻ ഭരണാധികാരികൾക്കൊരു കാര്യം മനസ്സിലായി: കൂടുതൽ അനുസരണയുള്ള, രാജഭക്തിയുള്ള ഒരു തലമുറയെയും പടയാളികളെയും വാർത്തെടുക്കണം. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു എല്ലാ കുട്ടികൾക്കും നിർബന്ധിത സ്കൂൾ വിദ്യാഭ്യാസം. അവിടെ അവർ വായിക്കുവാനും എഴുതുവാനും ദൈവത്തെ സ്തുതിക്കുവാനും പഠിച്ചു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് മേലധികാരികളോടുള്ള അനുസരണശീലം വളർത്തിയെടുക്കുവാനും അവരുടെ ആജ്ഞകൾ ഡ്യൂട്ടി എന്ന നിലയിൽ നിർവഹിക്കാനുമുള്ള ഒരു കർത്തവ്യബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു. എന്തായാലും പ്രഷ്യയിൽ ഇത് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയും അന്നത്തെ പ്രഷ്യയിൽ നിന്ന് ഇന്നത്തെ ജർമ്മനി എന്ന യൂറോപ്യൻ പവർ ഹൗസ് വളർന്നു വരികയും ചെയ്തു. ജർമ്മനിയുടെ വിജയകഥ വളരെ വേഗം തന്നെ ഫ്രാൻസിലേക്കും ബ്രിട്ടനിലേക്കും എത്തി. പിന്നീട് ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇന്ത്യയിലേക്കും ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലേക്കും എത്തപ്പെട്ട പ്രഷ്യൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയിൽ നിന്നാണ് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഉദയം.
ഇതിൻ്റെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ നെറ്റി ചുളിക്കുമെങ്കിലും ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം വളരെ ക്ലിയർ ആയിരുന്നു. എന്താണോ ചെയ്യാൻ പറയുന്നത് അത് കൃത്യമായി ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു യുവതലമുറ. ആ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അങ്ങനെ ഒരു തലമുറ അത്യാവശ്യമായിരുന്നു. ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ജോലി തന്നെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. അതിനാൽ തന്നെ സ്കൂളുകളും അക്കാലത്തെ ഫാക്ടറികളുടെ ചെറിയൊരു പതിപ്പായി മാറി. രാവിലെ മുതൽ വൈകിട്ട് വരെ 2 ബെല്ലുകൾക്കിടയിൽ അച്ചടക്കത്തോടെ ഒരേ സ്ഥാനത്തിരുന്ന് പറയുന്നത് പഠിക്കുക. അവിടെ നിന്ന് നമ്മുടെ ലോകവും ജോലിയും ഫാക്ടറികളും ഒക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. എങ്കിലും നമ്മുടെ സ്കൂളുകൾ ഇന്നും ഏതാണ്ട് അവിടെയൊക്കെ തന്നെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി എഴുതേണ്ട വിദ്യാഭ്യാസ രീതികൾ ഈ തലമുറയുടെ അനിവാര്യതയാണ്. നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരാജയപ്പെടുമ്പോൾ മണി മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെയാണ്. ജസ്റ്റ് ലുക്ക് അറൗണ്ട്. നമ്മുടെ പരിചിതർക്കിടയിൽ എത്ര പേരുണ്ട് ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ളവർ, നമ്മളെ കൃത്യമായ ദിശയിലേക്ക് നയിക്കാൻ കഴിവുള്ളവർ? അങ്ങനെയുള്ള ചുരുക്കം ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികളിലേക്ക് അവരുടെ അറിവ് പങ്കുവയ്ക്കുന്നു. ബാക്കിയുള്ളവർ പറയും സ്കൂളിൽ പോവുക, പഠിക്കുക, ഒരു ജോലി നേടുക. അതുകൊണ്ട് തന്നെയാണ് പൊതുവെ എല്ലാവരും പണക്കാരൻ വീണ്ടും പണക്കാരനും പാവപ്പെട്ടവൻ വീണ്ടും കടക്കണിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാറുള്ളത്. സോ ദ $1 million ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഷുഡ് ഐ ഡു? നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് 2 വഴികളുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നത് വരെ കാത്തിരിക്കാം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇനി ഏറ്റവും നല്ലതും പ്രാക്ടിക്കലായിട്ടുള്ളതുമായ വഴി ഏതാണെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ഭാഗ്യവശാൽ നമ്മളിന്ന് ജീവിക്കുന്നത് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. പരസഹായമില്ലാതെ എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും പഠിക്കുവാനും അറിയുവാനും നമ്മുടെ വിരൽത്തുമ്പിൻ്റെ ഒരു ചലനം മാത്രം മതിയാകും. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ വെറുതെ കളയുന്നവരാണ് നമ്മൾ. ദിവസവും അതിൽ കുറച്ചു നേരം മാത്രം മതിയാകും. സോ എങ്ങനെ തുടങ്ങാം? ഓപ്ഷൻസ് ആർ അൺലിമിറ്റഡ്. ബുക്കുകൾ, കോഴ്സുകൾ, പോഡ്കാസ്റ്റുകൾ, മെൻറ്റേഴ്സ്, അങ്ങനെ ഒട്ടനവധി. എങ്ങനെ വേണം, ഏത് വേണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് പണക്കാരനാകാം എന്ന ബാനറുകളിൽ വരുന്ന എല്ലാം ഒന്നുകിൽ ഒരു സ്വപ്നം അല്ലെങ്കിൽ തട്ടിപ്പ്. നമ്മളിവിടെ സംസാരിക്കുന്നത് സ്വപ്നത്തെക്കുറിച്ചല്ല, യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അതിനാൽ തന്നെ അതിൻ്റേതായ സമയവും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകും. ഇനി അടുത്ത ചോദ്യം, ഞാനിതൊക്കെ ചെയ്യണം? നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ ആൻഡ് യു ആർ ഹാപ്പി വിത്ത് ദാറ്റ്, ദ ആൻസർ ഈസ് നോ. അല്ലെങ്കിൽ തീർച്ചയായും വേണം. ലോകവും സമയവും ഒഴുകുമ്പോൾ ആ ഒഴുക്കിൻ്റെ ഒപ്പം മുൻപിലേക്ക് പോകണമോ അല്ലെങ്കിൽ ആ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴണമോ? ദ ചോയ്സ് ഈസ് യുവേഴ്സ്.